കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 4 ഇംഗ്ലീഷ് എക്സാം ആണല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആദ്യത്തെ പാർട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കിഡ്സ് ഏരിയ ഓൺലൈൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പഠിച്ചായിരുന്നോ? പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ പാർട്ട് 1 പഠിക്കണം കേട്ടോ. പാർട്ട് 2 പഠിച്ച ശേഷം പാർട്ട് 1 പോയി പഠിക്കുക. ഓക്കെ, അപ്പോൾ പാർട്ട് 2 ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പിങ്ക്ലാസ് ഫാദർ ആൻഡ് ദ മെസ്സഞ്ചർ. പിങ്കളയുടെ അച്ഛനും മെസ്സഞ്ചറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇപ്പോൾ വേറെയും കോൺവെർസേഷൻ നമ്മൾ പാർട്ട് 1-ൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുക കേട്ടോ. പിങ്ക്ലാസ് ഫാദർ ആൻഡ് ദ മെസ്സഞ്ചർ കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു നോക്കാം. മെസ്സഞ്ചർ പറയാണ്, യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ്. എന്താണ്? പാലസിൽ വരേണ്ടതായിട്ടുണ്ട്. പിങ്കളയുടെ അച്ഛൻ ചോദിക്കുന്നു, ഫോർ വാട്ട്? എന്തിനാ? മെസ്സഞ്ചർ, ദ കിങ് വിഷസ് ടു സീ യു. രാജാവ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫാദർ, ഡിഡ് മൈ സൺ കമ്മിറ്റ് എനി മിസ്റ്റേക്ക്? എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മെസ്സഞ്ചർ, നോ, ഹീ ഈസ് വൈസ് ആൻഡ് ഓണസ്റ്റ്. അവൻ ബുദ്ധിമാനും സത്യസന്ധനുമാണ്. പിങ്ക്ലാസ് ഫാദർ, താങ്ക് ഗോഡ് ഐ ആം ലക്കി. അപ്പോൾ മെസ്സഞ്ചർ എന്ത് പറഞ്ഞു? യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ്. പാലസിലോട്ട് എന്താണ് വിളിക്കുകയാണ്, പാലസിലോട്ട് വരേണ്ടതാണ്. പിങ്ക്ലാസ് ഫാദർ ചോദിക്കുകയാണ്, ഫോർ വാട്ട്? എന്തിനാ? മെസ്സഞ്ചർ പറയാണ്, ദ കിങ് വിഷസ് ടു സീ യു. ദ കിങ് വിഷസ് ടു സീ യു. രാജാവ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫാദർ, ഡിഡ് മൈ സൺ കമ്മിറ്റ് എനി മിസ്റ്റേക്ക്? എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഡിഡ് മൈ സൺ കമ്മിറ്റ് എനി മിസ്റ്റേക്ക്? എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ആ മെസ്സഞ്ചർ എന്ന് പറഞ്ഞു, നോ, ഹീ ഈസ് വൈസ് ആൻഡ് ഓണസ്റ്റ്. ഹീ ഈസ് വൈസ് ആൻഡ് ഓണസ്റ്റ്. ബുദ്ധിമാനുമാണ്, അതോടൊപ്പം സത്യസന്ധനുമാണ്. പിങ്ക്ലാസ് ഫാദർ എന്ത് പറഞ്ഞു? താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഐ ആം ലക്കി, ഞാൻ ഭാഗ്യവാനാണ് എന്ന് പിങ്ക്ലാസ് ഫാദർ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നാൽ എഴുതാനുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തോട്ട് ഓഫ് പിങ്ക്ലാസ് ഫാദർ ഗോസ് വിത്ത് ദ മെസ്സഞ്ചർ. മെസ്സഞ്ചറിനോടൊപ്പം പിങ്കളയുടെ അച്ഛൻ പോവുകയാണ്. ഓൺ ദ വേ ഹി തോട്ട് അബൌട്ട് ഹിസ് സൺ. പോകുന്ന വഴിയിൽ പിങ്കളയുടെ അച്ഛൻ എന്ത് ചെയ്തു? പിങ്കളയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. വാട്ട് ആർ ദ തോട്ട്സ്? അപ്പോൾ തോട്ട്സ് ഓഫ് പിങ്ക്ലാസ് ഫാദർ. കഴിഞ്ഞ ക്ലാസ്സിലും പാർട്ട് 1-ലും നമ്മൾ മറ്റൊരു സിറ്റുവേഷനിൽ പിങ്കളയുടെ അച്ഛൻ്റെ ചിന്ത പഠിച്ചു. മകൻ്റെ മാത്രം ചെടി മുളച്ചില്ല എന്നതിനെ പറ്റി. ഓക്കെ, ഇവിടെ മെസ്സഞ്ചറുമായിട്ട് പിങ്കളയുടെ അച്ഛൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം മകനെക്കുറിച്ച് ചിന്തകൾ വന്നത്? ദ കിങ് ഹാസ് സെൻഡ് ദ മെസ്സഞ്ചർ ടു മീ. രാജാവ് എന്ത് ചെയ്തിരിക്കുകയാണ്? മെസ്സഞ്ചറിനെ എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഐ ആം വെരി പുവർ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ദ മെസ്സഞ്ചർ സേസ്, എൻ്റെ മെസ്സഞ്ചർ പറഞ്ഞു, മൈ സൺ ഈസ് വൈസ് ആൻഡ് ഓണസ്റ്റ്. എൻ്റെ മകൻ ബുദ്ധിമാനുമാണ്, സത്യസന്ധനുമാണ്. വൈ ഡസ് ദ കിങ് വാണ്ട് ടു സീ മീ? എന്തുകൊണ്ടായിരിക്കാം രാജാവ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഓക്കെ, അപ്പം ഇതായിരിക്കും പിങ്കളയുടെ അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടാവുക. ദ കിങ് ഹാസ് സെൻഡ് ദ മെസ്സഞ്ചർ ടു മീ. കിങ് എന്ത് ചെയ്തിരിക്കുകയാണ്? മെസ്സഞ്ചറിനെ എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഐ ആം വെരി പുവർ, ഞാനൊരു പാവപ്പെട്ടവനാ. ദ മെസ്സഞ്ചർ സേസ്, മെസ്സഞ്ചർ പറഞ്ഞു, മൈ സൺ ഈസ് വൈസ് ആൻഡ് ഓണസ്റ്റ്. എൻ്റെ മകൻ ബുദ്ധിമാനും സത്യസന്ധനുമാണ്. വൈ ഡസ് ദ കിങ് വാണ്ട് ടു സീ മീ? എന്തുകൊണ്ടായിരിക്കാം രാജാവിനെ കാണണമെന്ന് പറഞ്ഞത്? ഇതൊക്കെയായിരുന്നിരിക്കാം പിങ്കളയുടെ അച്ഛൻ്റെ ആ നിമിഷമുള്ള ചിന്തകൾ. ഓക്കെ, യെസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കിൾ ദ ഓഡ് വൺ ഇൻ ഈച്ച്. ഓഡ് വൺ ഒറ്റയ്ക്കുള്ളതിനെ സർക്കിൾ ചെയ്യാം. ഇവിടെ നോക്കി, ലോയൽ, ട്രസ്റ്റ് വർത്തി, സിൻസിയർ, ഡിസോണസ്റ്റ്. ഇതിൽ ഏതാണ് ഓഡ് വൺ? കൂട്ടത്തിൽ പെടാത്തത് ഏത്? ലോയൽ, ട്രസ്റ്റ് വർത്തി, സിൻസിയർ. ഇത് മൂന്നും എന്താണ്? വിശ്വസ്തതയാണ്. ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാലോ? ഡിസോണസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, സത്യസന്ധത ഇല്ലാത്തവൻ എന്ന് പറയില്ലേ? ഇതെന്ന് പറഞ്ഞാൽ സത്യസന്ധത ഉള്ളവൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്നാണ് ലോയൽ, ട്രസ്റ്റ് വർത്തി, സിൻസിയർ അതിൻ്റെയൊക്കെ അർത്ഥം. ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഇല്ലാത്തവൻ. അപ്പോൾ ഏതായിരുന്നു ഓപ്പോസിറ്റ്? ഏതാണ് ഓഡ് വൺ? ഡിസോണസ്റ്റ്. ഡിസോണസ്റ്റ് ആയിരുന്നു ഓഡ് വൺ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ, കൗ ഡങ് ചാണകം, വാട്ടർ വെള്ളം, കമ്പോസ്റ്റ് ഫെർട്ടിലൈസർ വളം. ഇതിൽ ഏതാണ് ഓഡ് വൺ? കൗ ഡങ്, വാട്ടർ, കമ്പോസ്റ്റ്, ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ ജൈവവളം. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ വളം തന്നെയാണ്. കൗഡങ് എന്ന് പറഞ്ഞാൽ ചാണകം, വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം. ഇതിലേതാണ് ഓഡ് വൺ? പറഞ്ഞേ. വാട്ടർ. ഏതാണ്? വാട്ടർ. ബാക്കിയെല്ലാം എന്താ? നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അത് പതിയെ എന്ത് ചെയ്യും? ചെടിക്ക് അത് ഗുണകരമായിട്ട് മാറും. വെള്ളം എന്താണ്? അന്നന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിച്ചു കൊടുക്കണം അല്ലേ? വെള്ളം ദിവസം അത്യാവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നു ഓഡ് വൺ? വാട്ടർ. സി ക്വസ്റ്റ്യൻ, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ഗാർഡൻ, ഫിഷ്. ഇതിലേതാണ് ഓഡ് വൺ? കൂട്ടത്തിൽ പെടാത്തത് ഏത്? പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ഗാർഡൻ, ഫിഷ്. ഏതാണ്? ഫിഷ്. കാരണം എന്താ? ബാക്കി മൂന്നും ഗാർഡനിൽ ഉള്ളതാണ് അല്ലേ? ഗാർഡൻ, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ഒക്കെ ഗാർഡനുമായി ബന്ധപ്പെട്ടതാണ്. ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധം ഇല്ലാത്തതാണ്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതുമല്ലോ? എഴുതും. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്, അതിൻ്റെ മീനിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. മാനുവർ. മാനുവർ എന്ന് പറഞ്ഞാൽ എന്താ? മാനുവർ വളം പോലുള്ള എന്തോ ആണ്. ഓക്കെ, ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധത എന്നൊക്കെ പറയാം. ഹാപ്പിയോ? സന്തോഷം എന്ന് പറയാം. സ്പ്രൗട്ട് മുളയ്ക്കുക. റിട്ടേൺ തിരിച്ചു വരിക. റോസ്റ്റ് എന്തെങ്കിലും നമ്മൾ റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞറിയാലോ, നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ടത് റോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞേ ബീയിങ് ട്രൂത്ത്ഫുൾ. ബീയിങ് ട്രൂത്ത്ഫുൾ സത്യസന്ധൻ. ഇതിലേതാണ് വരിക? ഓണസ്റ്റി ആണ് അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. മാനുവർ. മാനുവറായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതാ? ബീയിങ് ട്രൂത്ത്ഫുൾ ആണോ? എ വേ ഓഫ് കുക്കിംഗ് ആണോ? ഫെർട്ടിലൈസർ ആണോ? ഏതാണ്? വളം എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. മാനുവർ ഫെർട്ടിലൈസർ ആണ്. ഓണസ്റ്റി സത്യസന്ധത എന്ന് പറയുന്നത് ഏതാ? ബീയിങ് ട്രൂത്ത്ഫുൾ. ഹാപ്പി സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് എ ന്യൂ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് ആണോ? എൻജോയബിൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണോ? എപ്പോഴും എൻജോയ് ചെയ്തിരിക്കുക, അതാണ് ഹാപ്പി. ഓക്കെ, സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രൗട്ട്. സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക. അപ്പോൾ എന്താ? എ ന്യൂ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ്. ഒരു പുതിയ ചെടി മുളയ്ക്കുന്നതാണ് സ്പ്രൗട്ട്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു വരിക. കം ബാക്ക്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ കം ബാക്ക്. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ എ വേ ഓഫ് കുക്കിംഗ്. ഓക്കെ, അപ്പോൾ മാനുവർ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസർ ആണ്. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ ട്രൂത്ത്ഫുൾ ആണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻജോയബിൾ സ്റ്റേറ്റ് ആണ്. സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എ ന്യൂ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് ആണ്. റിട്ടേൺ കം ബാക്ക്. റോസ്റ്റ് എ വേ ഓഫ് കുക്കിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചോദിച്ചാലും ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായല്ലോ. അടുത്തിലേക്ക് പോകാം. ഓൺ ദ വേ ടു ദ പാലസ്. പാലസിലോട്ട് പോകുന്ന വഴിക്ക് പിംഗല മെറ്റ് നന്ദന. പിംഗല ആരെ കണ്ടു? നന്ദനെ കണ്ടു. ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടായ നന്ദനെ പിംഗല കണ്ടു പാലസിലോട്ട് പോകുന്ന വഴിക്ക്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നന്ദന ആൻഡ് പിംഗല. പിംഗലയും നന്ദനയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരുന്നിരിക്കും? നമുക്ക് തന്നെ ചിന്തിക്കാമല്ലോ. നന്ദന ചോദിക്കുന്നുണ്ടാവും നിൻ്റെ ചെടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ പിംഗല എന്ത് പറയുന്നുണ്ടാവും? എൻ്റെ ചെടി മുളച്ചില്ല എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. നന്ദന ചോദിക്കുകയാണ്, ഹായ് പിംഗല, ഗുഡ് മോർണിംഗ്. പിംഗല പറയാണ്, ഗുഡ് മോർണിംഗ് നന്ദന. അപ്പോൾ നന്ദന കണ്ട ഉടനെ പറഞ്ഞു, ഹായ് പിംഗല, ഗുഡ് മോർണിംഗ്.
പിങ്കല എന്ത് പറഞ്ഞു? ഹായ് എന്ന് തിരിച്ചു പറയാം. ഗുഡ് മോർണിംഗ് നന്ദന. നന്ദന ചോദിക്കുകയാണ്, വേർ ഈസ് യുവർ പ്ലാന്റ്? പ്ലാന്റ് എവിടെയാ? വേർ ഈസ് യുവർ പ്ലാന്റ്? പ്ലാന്റ് എവിടെയാ? പിങ്കല പറയാണ്, മൈ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എൻ്റെ വിത്ത് മുളച്ചില്ല. മൈ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എൻ്റെ വിത്ത് മുളച്ചില്ല. നന്ദന, വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? പിങ്കല, ഐ ഡോണ്ട് നോ. ഐ ട്രൈ ടു ബെസ്റ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എനിക്കറിയില്ല, ഞാൻ നല്ലതുപോലെ ശ്രമിച്ചു, പക്ഷേ എൻ്റെ വിത്ത് അത് മുളച്ചില്ല എന്നാര് പറഞ്ഞു? പിങ്കല പറയുകയാണ്. അപ്പോൾ നന്ദനയും പിങ്കല, അല്ലെങ്കിൽ പിങ്കല പോകുന്ന വഴിക്ക് മറ്റാരെങ്കിലും കണ്ടതായിട്ടുള്ള കോൺവെർസേഷനോ എങ്ങനെയായാലും, ഇവിടെ നന്ദനയാണ് പിങ്കലയെ കണ്ടുമുട്ടിയത്. അപ്പോൾ നന്ദനയും പിങ്കലയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. നന്ദന ചോദിക്കുകയാണ്, പറയാണ്, ഹായ് പിങ്കല, ഗുഡ് മോർണിംഗ്. പിങ്കല പറയാണ്, ഗുഡ് മോർണിംഗ് നന്ദന. നന്ദന ചോദിക്കുകയാണ്, വേർ ഈസ് യുവർ പ്ലാന്റ്? ഇതിൻ്റെ ചെടി എവിടെയാ? പിങ്കല പറയാണ്, മൈ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എൻ്റെ എന്താണ്? വിത്ത് മുളച്ചില്ല. മൈ സീഡ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. എൻ്റെ വിത്ത് മുളച്ചില്ല. നന്ദന ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? പിങ്കല പറയാണ്, ഐ ഡോണ്ട് നോ. എനിക്ക് അറിയില്ല. ഐ ട്രൈ ടു ബെസ്റ്റ്. ഞാൻ നല്ലതുപോലെ ശ്രമിച്ചു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട്. പക്ഷേ അത് മുളച്ചില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കോൺവെർസേഷൻ വന്നാലും ഒത്തിരി കോൺവെർസേഷൻ നമ്മൾ പഠിച്ചു. ഈസി അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോകാം. വൺ ഡേ അന്ന ആൻഡ് ഹെർ ഫ്രണ്ട് വെൻ ടു ദ സ്ട്രീം. അന്നയും ആ ബോയ് അറിയാലോ, ഫ്രണ്ടും കൂടി സ്ട്രീമിലേക്ക് പോയി. ദേ സോ, അവർ കണ്ടു, ദ സ്ട്രീം കവേർഡ് വിത്ത് വേസ്റ്റ്. ആ സ്ട്രീം, അരുവി നിറയെ എന്താണ്? വേസ്റ്റ് ആണ്. ദേ ഡിസൈഡ് ടു പ്രിപ്പയർ എ പോസ്റ്റർ. അവർ പോസ്റ്റർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പ്രിപ്പയർ എ പോസ്റ്റർ അഗെയിൻസ്റ്റ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന് നേരെ, ജലമലിനീകരണത്തിന് എതിരെ എന്ത് ചെയ്യുക? പോസ്റ്റർ തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? ടീച്ചറുടെ 2 പോസ്റ്റർ കാണിക്കാം. ഫസ്റ്റ് പോസ്റ്റർ, സേവ് വാട്ടർ സേവ് ലൈഫ്. ജലം സംരക്ഷിക്കൂ, ജീവനും സംരക്ഷിക്കൂ. സേവ് വാട്ടർ, വെള്ളം സംരക്ഷിച്ചാൽ ജീവനും എന്താണ്? സംരക്ഷിക്കാം. സേവ് വാട്ടർ സേവ് ലൈഫ്. സേവ് വാട്ടർ സേവ് ലൈഫ്. രണ്ടാമത് എന്ത് ചെയ്യാം? വാട്ടർ ഈസ് പ്രീഷ്യസ് കൺസേർവ് ഇറ്റ്. വെള്ളം എന്താണ്? സൂക്ഷിച്ചുപയോഗിക്കുക. വാട്ടർ ഈസ് പ്രീഷ്യസ് കൺസേർവ് ഇറ്റ്. വാട്ടർ ഈസ് പ്രീഷ്യസ് കൺസേർവ് ഇറ്റ്. ഇപ്പോൾ വാട്ടർ പൊല്യൂഷന് നേരെ 2 പോസ്റ്റ് ടീച്ചർ പറഞ്ഞു. സേവ് വാട്ടർ സേവ് ലൈഫ്. സെക്കൻഡ് വൺ, വാട്ടർ ഈസ് പ്രീഷ്യസ് കൺസേർവ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു വിത്ത് മുളയ്ക്കുന്ന, എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത് അതിൻ്റെ എല്ലാ സ്റ്റേജസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? എല്ലാ സ്റ്റേജും ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ ഏതാണ്? മണ്ണ് എന്ത് ചെയ്യുന്നു? ശരിയാക്കുന്നതായിരിക്കും ഫസ്റ്റ് വൺ. കുഴിയെടുക്കണ്ടേ? യെസ്, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? കുഴിയെടുക്കും. രണ്ടാമത് എന്താണ്? വിത്ത് വിതയ്ക്കും. വിത്ത് വിതയ്ക്കും. മൂന്നാമത് എന്താ? ചെടി പറിച്ചു നടുമല്ലേ? വിത്ത് മുളച്ച് വന്ന ചെടി എന്ത് ചെയ്യുന്നു? അതിന് പ്ലാന്റിങ്, നടുന്നു. നാലാമത് എന്ത് ചെയ്യും? അതിന് വെള്ളം നൽകും. അഞ്ചാമതോ അതിന് വളം നൽകും. ആറാമത് എന്ത് ചെയ്യുമായിരിക്കും? അത് പാകമാകുമ്പോൾ അത് നമ്മൾ കൊയ്തെടുക്കും. അപ്പോൾ ഇതിൻ്റെ വാക്കുകൾ എഴുതുക. ഫസ്റ്റ് വൺ എന്താണ്? കുഴിയെടുക്കും അല്ലേ? അതിനെന്താ പറയുക? ഡിഗ്ഗിങ്. ഫസ്റ്റ് വൺ ഡിഗ്ഗിങ്. ഇവിടെയുള്ള ഡിഗ്ഗിങ് ആണ് ഫസ്റ്റ് വൺ. ഇതെന്താണ്? ഡിഗ്ഗിങ്. സെക്കൻഡ് വൺ എന്താണ്? വിത്ത് പാകുക. അതിനെന്താ പറയുക? സോയിങ്. സോയിങ്, വിതയ്ക്കുക. സോയിങ്, വിതയ്ക്കുക, വിത്ത് പാകുക. തേർഡ് വൺ എന്താണ്? ചെടി നടുക. വിത്ത് മുളച്ച് വരുന്ന ചെടിയെ ഇളക്കി മാറ്റി നടണ്ടേ? യെസ്. മൂന്നാമത് പ്ലാന്റിങ്. പ്ലാന്റിങ്, ചെടി നടുക. നാലാമത് എന്താണ്? വെള്ളം ഒഴിക്കുക. അതിനെന്താ പറയുക? വാട്ടറിങ്. എന്താ പറയുക? വാട്ടറിങ്. അഞ്ചാമത് എന്താ? അതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ നൽകുക. മാനുവറിങ്. മാനുവറിങ്. എന്താ പറയുക? മാനുവറിങ്. ആറാമത് എന്താണ്? ചെടി പാകമാകുമ്പോൾ നമ്മളത് കൊയ്തെടുക്കുക. റീപ്പിംഗ്. എന്താ പറയുക? റീപ്പിംഗ്. ഇതാണ് സ്റ്റേജസ്. അപ്പോൾ ഈ സ്റ്റേജസ് ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാൻ അറിയാലോ. സോയിങ് എന്ന് പറഞ്ഞാൽ വിതയ്ക്കുക. പ്ലാന്റിങ് എന്ന് പറഞ്ഞാൽ നടുക. വാട്ടറിങ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുക. മാനുവറിങ് എന്ന് പറഞ്ഞാൽ വളം ഇടുക. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കൊയ്യുക. ഡിഗ്ഗിങ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റേജസ് എങ്ങനെയാണ്? ആദ്യം ഡിഗ്ഗിങ്, സോയിങ്, പ്ലാന്റിങ്, വാട്ടറിങ്, മാനുവറിങ്, റീപ്പിംഗ്. ഡിഗ്ഗിങ്, സോയിങ്, പ്ലാന്റിങ്, വാട്ടറിങ്, മാനുവറിങ്, റീപ്പിംഗ്.
ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ടീച്ചർ ഒരുമിച്ച് പറയുകയാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒരുമിച്ച് പറയുകയാണ്. ഇവിടെ പിങ്കലയുണ്ട്, അല്ലെങ്കിൽ ഒരു ബോയ് ഉണ്ട്. എന്ത് ചെയ്യുന്നു? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ഒരു ഹട്ടുണ്ട്, മരമുണ്ട്, ബോൾ, ക്യാറ്റ്, സ്ക്യുറൽ അണ്ണാൻ, ബേർഡ്സ് ഇതൊക്കെ കാണുന്നുണ്ട് അല്ലേ. ബട്ടർഫ്ലൈസ്, പൂക്കൾ, ഗാർഡൻ, ഇത്രയും എന്തൊക്കെ കണ്ടു എന്ന് മനസ്സിലായല്ലോ. ആൺകുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, ക്യാറ്റും ബോളും ഉണ്ട്, മരത്തിൽ ആരൊക്കെയുണ്ട്? സ്ക്യുറൽ ആൻഡ് ബേർഡ്സ് ഉണ്ട്, പൂക്കളിന് ചുറ്റും എന്തുണ്ട്? ബട്ടർഫ്ലൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ വിവരണം എഴുതുക. ആദ്യം നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചാൽ അതെങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാം. നോക്കിയേ, ഇതൊരു ഡിസ്ക്രിപ്ഷനാണ്, പക്ഷേ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടെ ഉണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുമ്പോൾ അതൊരു ഡിസ്ക്രിപ്ഷനായിട്ട് മാറും. ഇവിടെ വാക്കുകൾ നൽകിയിട്ടുണ്ട്. ബ്രാഞ്ച്, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശിഖരം, കൊമ്പ്. ബ്യൂട്ടിഫുൾ, മനോഹരം. വാട്ടറിങ്, വെള്ളം ഒഴിക്കുക. ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ഗ്രാമർ. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. അണ്ടർ, അടിയിൽ. ഫ്ലട്ടറിങ്, പാറിപ്പറക്കുക, ചുറ്റും പാറിപ്പറക്കുക. ബേർഡ്സ്, പക്ഷികൾ. ഇറ്റ് ഈസ് എ, ഇത് ഒരു എന്ത് ഗാർഡനാ? ബ്യൂട്ടിഫുൾ ഗാർഡൻ, മനോഹരമായ ഗാർഡൻ. അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ പിക്ചറാണ് നൽകിയത്. നമ്മൾ ഫസ്റ്റ് എന്താ എഴുതാനുള്ളത്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. എന്താ എഴുതുക? ഡിസ്ക്രിപ്ഷനിൽ എന്താ എഴുതുക? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇനി അവിടെ എന്താണുള്ളത്? there are, അവിടെ എന്തുണ്ട്? ഫ്ലവേഴ്സ്. അതിൻ്റെ ചുറ്റും എന്തുണ്ട്? പൂമ്പാറ്റകളുണ്ട് അല്ലേ. there are flowers of different colors, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. there are flowers of different colors, അവിടെ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. അപ്പോൾ ഒരു ഗാർഡൻ ആണെങ്കിൽ അവിടെ പല നിറത്തിലുള്ള പൂക്കൾ കാണും. there are flowers of different colors, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. ബട്ടർഫ്ലൈസ് ആർ, ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുന്നു? പാറിപ്പറക്കുന്നു. എന്തിനു ചുറ്റും? പൂക്കളുടെ ചുറ്റും. ബട്ടർഫ്ലൈസ് ആർ fluttering, butterflies are fluttering around the flowers. Butterflies are fluttering around the flowers, പൂക്കൾക്ക് ചുറ്റും പാറിപ്പറക്കുന്നു. പിങ്കല ഈസ്, പിങ്കല എന്ത് ചെയ്യുന്നു? watering the plants. പിങ്കല ഈസ് watering the plants, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. പിങ്കല ഈസ് watering the plants, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. there is a, അവിടെ ഒരു എന്തുണ്ട്? there is a big tree, big tree at the corner of the garden. ഗാർഡൻ്റെ ഒരു കോർണറിൽ ഒരു വലിയ മരമുണ്ട്. ഗാർഡൻ്റെ മൂലയ്ക്ക്, അതായത് ഒരു കോർണറിൽ ഒരു വലിയ മരമുണ്ട്. there is a big tree at the corner of the garden. ഇനി two എന്താണുള്ളത്? എന്താണ് മരത്തിലുള്ളത്? two birds. two birds are sitting on the tree. two birds are sitting on the tree. a cat is playing. എന്താ ചെയ്യുന്നേ? എവിടെയാ ഇരിക്കുന്നേ? മരത്തിൻ്റെ അടിയിലാണല്ലേ. അപ്പോൾ ഈ ക്യാറ്റ് ഈസ് പ്ലേയിങ് അണ്ടർ ദ ട്രീ, മരത്തിനടിയിൽ കളിക്കുന്നു. എ ക്യാറ്റ് ഈസ് പ്ലേയിങ് അണ്ടർ ദ ട്രീ, മരത്തിനടിയിൽ കളിക്കുന്നു. there is a squirrel on a, അവിടെ ഒരു സ്ക്യൂറൽ ഇരിക്കുന്നു. എന്തിലാ? ബ്രാഞ്ച് ഓഫ് ദ ട്രീ, മരത്തിൻ്റെ കൊമ്പിൽ ഒരു സ്ക്യൂറൽ ഇരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്തു. വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. അപ്പോൾ ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുമായി. എന്നാൽ ഇതൊരു നല്ലൊരു ഡിസ്ക്രിപ്ഷനും കൂടിയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് പിക്ചറാണോ നൽകിയിരിക്കുന്നത്, ഇപ്പോൾ ഗാർഡൻ്റെ പിക്ചറാണെങ്കിൽ എന്ത് എഴുതണം? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. എന്തിൽ ഗാർഡനിൽ എന്തുണ്ടാവും? ഫ്ലവേഴ്സ് ഉണ്ടാവും അല്ലേ. there are flowers of different colors. there are flowers of different colors, പല നിറത്തിലുള്ള പൂക്കളുണ്ട്. എന്തുണ്ടാവും? ബട്ടർഫ്ലൈസ് ഉണ്ടാവും ഫ്ലവേഴ്സിന് ചുറ്റും. ബട്ടർഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈസ് ആർ ഫ്ലട്ടറിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്, പൂക്കൾക്ക് ചുറ്റും ബട്ടർഫ്ലൈസ് പറക്കുന്നു. ഇവിടെ പിങ്കൽ എന്ത് ചെയ്യുന്നു? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിക്കുന്നതിന് വാട്ടറിങ് എന്നാ പറയുക. പിങ്കല ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. പിങ്കല ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ഇനി അവിടെ എന്തുണ്ട്? there is a big tree. there is a big tree, അവിടെ ഒരു വലിയ മരമുണ്ട്. there is a big tree, അവിടെ വലിയൊരു മരമുണ്ട്. at the corner of the garden, ഗാർഡൻ്റെ
കോർണർ, ഇപ്പോൾ സൈഡ് എന്നും എഴുതാം. ഓക്കെ, സൈഡ് ഓഫ് ദ ഗാർഡൻ എന്നോ കോർണർ ഓഫ് ദ ഗാർഡൻ എഴുതും. കോർണർ ഓഫ് ദ ഗാർഡനിൽ എന്തുണ്ട്? ഒരു ബിഗ് ട്രീ ഉണ്ട്. ഇനി അവിടെ 2 ബേർഡ്സ് മരത്തിലിരിക്കുന്നുണ്ട്. 2 birds are sitting on the tree. 2 birds are sitting on the tree. ഇനി താഴെ എന്തുണ്ട്? ഒരു പൂച്ച കളിക്കുവാണ്. എ cat is playing under the tree. എ cat is playing under the tree. ഇനി സ്ക്യൂറൽ ഉണ്ടല്ലേ ഒരു ബ്രാഞ്ചിൽ. there is a squirrel. അവിടെ ഒരു സ്ക്യൂറൽ ഉണ്ട്. on a branch of the tree. ട്രീയുടെ കൊമ്പിൽ, മരക്കൊമ്പിൽ ഒരു സ്ക്യൂറൽ ഉണ്ട്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ മനസ്സിലായല്ലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെങ്കിലും മനസ്സിലായല്ലോ. യെസ്, ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ട്രാവലിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾ എവിടെയെങ്കിലും പോയ ഒരു ട്രാവലിങ്ങിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഓക്കെ, നിങ്ങൾ ട്രാവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? അപ്പോൾ എളുപ്പത്തിൽ ടീച്ചർ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. എങ്ങനെ എഴുതുക? ഐ ആം, നിങ്ങളുടെ പേര്. ഇവിടെ മീനു എന്ന് എഴുതിയിരിക്കുക. ഐ ആം മീനു, ഞാൻ മീനു ആണ്. ഐ ആം മീനു, ഞാൻ മീനു ആണ്. ഐ ആം മീനു. ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. ഐ ആം അമ്മു. ഐ ആം വിനു. എന്താണോ നിങ്ങളുടെ പേര് അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഐ വെൻറ്റ് ടു, ഞാൻ പോയി, അത് നിങ്ങൾ എഴുതണം. ഐ വെൻറ്റ് ടു, എവിടെയാണ് പോയത്? ഐ വെൻറ്റ് ടു തിരുവനന്തപുരം. ഇവിടെ തിരുവനന്തപുരത്ത് പോയതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഐ വെൻറ്റ് ടു തിരുവനന്തപുരം. നിങ്ങൾ ഐ വെൻറ്റ് ടു എറണാകുളം, ഐ വെൻറ്റ് ടു കോഴിക്കോട്. എന്താണോ എഴുതേണ്ടത്, നിങ്ങൾ എവിടെയാണോ പോയത് അത് എഴുതുക. ഐ വെൻറ്റ് ടു തിരുവനന്തപുരം ഫോർ എ വിസിറ്റ്, അവിടെ കാണാനായിട്ട് പോയി. ഫോർ എ വിസിറ്റ്, അവിടെ വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കാനായിട്ട് പോയി. ഐ വെൻറ്റ് ടു തിരുവനന്തപുരം ഫോർ എ വിസിറ്റ്. ഐ വിസിറ്റഡ് ദ പ്ലേസ്. ഐ വിസിറ്റഡ്, ഞാൻ വിസിറ്റ് ചെയ്തു. ദ പ്ലേസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. എന്നാണ് പോയത്? വെക്കേഷനിലാണ്, അവധി ദിവസത്തിലാണ് പോയത്. ഐ വിസിറ്റഡ്, ഞാൻ പോയത്. ദ പ്ലേസ്, ഐ വിസിറ്റഡ് ദ പ്ലേസ്, ഞാൻ ആ പ്ലേസിൽ പോയത് ഡ്യൂറിങ് ഹോളിഡേയ്സ്. ഈ ഹോളിഡേയ്സിലാണ് പോയത്, അവധിക്കാണ് പോയത്. ഓക്കെ, വി സ്റ്റാർട്ടഡ്, നമ്മൾ ആരംഭിച്ചു. ഏർലി ഇൻ ദ മോർണിംഗ്, എപ്പോഴാണ് യാത്ര ആരംഭിച്ചത്? വി സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ്. ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെ യാത്ര ആരംഭിച്ചു. വി സ്റ്റാർട്ടഡ് എന്താണ്? വി സ്റ്റാർട്ടഡ് ജേർണി ഏർലി ഇൻ ദ മോർണിംഗ്. മോർണിംഗ്, അതിരാവിലെ ആരംഭിച്ചു. ഐ വാസ് വിത്ത് മൈ, എന്നോടൊപ്പം. ഐ വാസ് വിത്ത് മൈ, ഞാൻ ആരോടൊപ്പമാണ് പോയത്? വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദർ. ഐ വാസ് വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദർ. ഐ വാസ് വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദർ, എൻ്റെ പാരൻസിനോടും സഹോദരനോടൊപ്പമാണ് പോയത്. ഐ സോ മ്യൂസിയം. ഐ സോ മ്യൂസിയം, ഞാൻ മ്യൂസിയം കണ്ടു. അല്ലെങ്കിൽ ഐ സോ സൂ, സൂ കണ്ടു. വി ഹാഡ് എ ടേസ്റ്റി ലഞ്ച് അറ്റ് എ ഹോട്ടൽ അറ്റ് നൂൺ. വി ഹാഡ് എ ടേസ്റ്റി ലഞ്ച്, നമുക്ക് നല്ലൊരു ടേസ്റ്റി, രുചികരമായ ഉച്ചഭക്ഷണം കിട്ടി. എവിടെന്നാ? ഉച്ചയ്ക്ക് നല്ലൊരു ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നും രുചികരമായ ഉച്ചഭക്ഷണം കിട്ടി. വി ഹാഡ് എ ടേസ്റ്റി ലഞ്ച് അറ്റ് എ ഹോട്ടൽ അറ്റ് നൂൺ. ദെൻ, എന്നിട്ട് വെൻ ടു ബീച്ച്, ബീച്ചിൽ പോയി. ദെൻ വെൻ ടു ബീച്ച്, ബീച്ചിൽ പോയി. വി ട്രാവൽ ടു തിരുവനന്തപുരം ബൈ കാർ. എങ്ങനെ, എന്തിലാണ് പോയത്? വി ട്രാവൽഡ് ടു തിരുവനന്തപുരം, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയത് ബൈ കാർ, കാറിലാണ് പോയത്. ലാസ്റ്റ് എന്ത് എഴുതണം? ഇറ്റ് വാസ് എ പ്ലസന്റ് ട്രിപ്പ്, സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. ഇറ്റ് വാസ് എ പ്ലസന്റ് ട്രിപ്പ്. ഓക്കെ, ആദ്യം പേരെഴുതുക. ഐ ആം, പേരെഴുതുക. ഐ വെൻറ്റ് ടു, എവിടെയാണ് പോയതെന്ന് എഴുതുക. ഫോർ എ വിസിറ്റ്, വിസിറ്റ് ചെയ്യാൻ എവിടെയാണ് പോയത്? ഐ വെൻറ്റ് ടു തിരുവനന്തപുരം ഫോർ എ വിസിറ്റ്. ഇനി എന്നാണ് പോയത്? ഐ വിസിറ്റഡ് ദ പ്ലേസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്, ഹോളിഡേയ്സിലാണ് പോയത്. ഐ വിസിറ്റഡ് ദ പ്ലേസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. എപ്പോഴാണ് യാത്ര ആരംഭിച്ചത്? വി സ്റ്റാർട്ടഡ് ജേർണി ഏർലി ഇൻ ദ മോർണിംഗ്, രാവിലെ ആരംഭിച്ചു. ആരോടൊപ്പമാണ് പോയത്? ഐ വാസ് വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദർ. ഐ വാസ് വിത്ത് മൈ പാരൻസ് ആൻഡ് ബ്രദർ. എന്താണ് കണ്ടത്? ഐ സോ സൂ അല്ലെങ്കിൽ മ്യൂസിയം. ഇനി നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ എഴുതാം. വി ഹാഡ് എ ടേസ്റ്റി ലഞ്ച് അറ്റ് നൂൺ, നമുക്കൊരു ടേസ്റ്റി ലഞ്ച് കിട്ടി. ദെൻ വെൻറ്റ് ടു, എന്നിട്ട് നമ്മൾ എവിടെ പോയി? എന്നിട്ട് എവിടെ പോയി? ബീച്ചിൽ പോയി. ദെൻ വെൻറ്റ് ടു ബീച്ച്. വി ട്രാവൽഡ് ടു തിരുവനന്തപുരം, നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയത് ബൈ കാർ, കാറിലായിരുന്നു. വി ട്രാവൽ ടു തിരുവനന്തപുരം ബൈ ട്രെയിൻ. വി ട്രാവൽ ടു തിരുവനന്തപുരം ബൈ ബസ്. വി ട്രാവൽ ടു തിരുവനന്തപുരം ബൈ ജീപ്പ്. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ അതങ്ങനെ എഴുതാം. ഇറ്റ് വാസ് എ പ്ലസന്റ് ട്രിപ്പ്. ഇറ്റ് വാസ് എ
പ്ലസൻറ്റ് ട്രിപ്പ്. ഇതൊരു സന്തോഷകരമായ യാത്രയായിരുന്നു. ഓക്കെ, അപ്പോൾ പാർട്ട് 1 ടീച്ചർ ഒത്തിരി ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ പോയി കാണുക കേട്ടോ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.